ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നമ്മളുടെ നാഗർഹോളയും ദോബാരയൊക്കെ പോയി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന അന്ന് വൈകുന്നേരം നമ്മൾ കേരളത്തിലേക്ക് പോവാണ്. കേരളത്തിൽ ഒരു ദിവസം മാത്രമായിട്ടോ ഞാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ അമ്മ നമ്മുടെ വയറുവേനൊക്കെ പറഞ്ഞു ഭയങ്കര വയറുവേദനയായിരുന്നു. മറ്റേ ആ ട്രിപ്പ് രണ്ടാമത്തെ ദിവസം തൊട്ട് വയറുവേദന തുടങ്ങിയതാണ്. എന്തോ ഗ്യാസ് അത് ഇതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതേ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഞാൻ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അത് കേർപുര റെയിൽവേ സ്റ്റേഷനിലാട്ടോ. കുറേ ഓൾമോസ്റ്റ് 2 ഇയറായി ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട്. കേർപുരം ഇങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. അതിരാവിലെയാണ് പോണത്. അതുപോലെ പിടിക്കില്ല. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാം. ഒരു നൂൽപുട്ടും ഒരു അപ്പം എടുത്തു. അമ്മ വായോ, ഇഷ്ടപ്പെട്ട് തിന്നേട്ടാ. നൂൽപുട്ട് കുറെ നാളായി തിന്നിട്ടിപ്പോ. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് കാണിച്ചു തരാം. നമ്മളിവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തതാ. മുന്നേ ഇവിടെ ഒരു ഗ്ലാസ് ആയിരുന്നു, ഫുൾ ഗ്ലാസ് ഇട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വർക്ക് ചെയ്യിച്ചു. ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി എന്ത് പെയിൻറ്റിങ് വർക്കാന്ന് തോന്നുന്നു. ഒരു വുഡൻ മോഡലിലുള്ള പെയിൻറ്റിങ് വർക്കാണ്. അപ്പം ഇത് ചെയ്യിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടായി വീട് കാണുന്നുണ്ട്. പിന്നെ ഈ ഡോർമീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പഴയ ഡോർ തന്നെ അതുമേ ഇവരിങ്ങനെ വർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ അച്ഛൻ വാങ്ങിച്ചു വെച്ച പെയിൻറ്റിങ്സാണ്. ചന്തപ്പി വർക്കിംഗ് അതാണ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. മോളൊക്കെ ഇങ്ങനെ ഫോൾ സീലിംഗ് ചെയ്ത് കൊടുത്തു. നല്ല രസമാണ്. പിന്നെ ഇതാണ് ഡൈനിങ്ങിൻ്റെ ഏരിയ. പിന്നെ ഇതാണ് TV ഏരിയ. ഇതൊക്കെ പണ്ടത്തെ ഇരിക്കുന്നതാട്ടോ. ആക്ച്വലി അച്ഛനും അമ്മയും കല്യാണം കഴിച്ചപ്പോൾ വാങ്ങിച്ചതും കണ്ട. ഇത് ETD എന്നും പറഞ്ഞിട്ട് ഇപ്പോഴും അതുപോലെ തന്നെ വെച്ചൊക്കെയാണ്. അതും പിന്നെ ഈ സൈഡിലായിട്ട് ഒരു വർക്ക് ഏരിയ റൂമാണ് ഉള്ളത്. ആക്ച്വലി നമ്മൾ വന്നപ്പോൾ നമ്മളുടെ എല്ലാവിധ സാധനങ്ങളും കൊണ്ട് തട്ടിയിരിക്കുന്നത് ഈ റൂമിലാണ്. ഇത് നമ്മളുടെ വീടിൻ്റെ മോൾ ഭാഗം. ആക്ച്വലി ഇവിടെ ആരും താമസിക്കാറില്ല. ഇത് വാടകയ്ക്കാണ് മുന്നേ കൊടുത്തിരുന്നത്. അപ്പം നമ്മൾ വന്നുകൊണ്ട് മാത്രം ഈ ഒരു ഏരിയ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അച്ഛനമ്മയും എന്താ പറയുക താഴത്തെ നിലയിൽ താമസിക്കുക. ഈ സൈഡിലിരുന്നിട്ട് പണ്ട് ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ ഒരു മുറി മാത്രമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഈ റൂം. അപ്പോൾ ഇത് എത്ര കൊല്ലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ പഠിക്കുന്ന റൂമായിരുന്നു കേട്ടോ. പിന്നെയാണ് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ എടുത്ത് മോൾ ഭാഗം മുഴുവൻ എടുത്തത്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് പഠിക്കാറ്. ഷോ ഭയങ്കര നൊസ്റ്റമുള്ളൊരു റൂമാണ് ഇത്. പിന്നെ ഇതാണ് കിച്ചൺ. ഇതാണ് ഒരു വക സാധനങ്ങളും ഇല്ലാത്തൊരു കിച്ചൺ. ഈ കിച്ചനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതാണ് വേറൊരു റൂം, മുകളിലെ ഏരിയ. ആക്ച്വലി നമ്മളിത് ഒരു യൂസും ചെയ്യില്ല കേട്ടോ. ഇവിടെ അച്ഛൻ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കലാണ് പണി. ഇതൊക്കെ ഇവിടെ നിന്ന് അപ്പുറത്ത് വീട്ടിലേക്ക് കാണാൻ പറ്റുമെങ്കിലും ഇപ്പോൾ ദേ ഇങ്ങനെ ഒരു വണ്ടൻ ഷീറ്റ് ഇട്ടുകൊണ്ട് എങ്ങോട്ടും കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ പുറത്ത് പോകാനായിട്ട് എനിക്ക് സാരീൻ്റെ ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കാൻ പോകാനുണ്ട്. ഞാൻ എൻ്റെ ബ്ലൗസ് തയ്പ്പിക്കാൻ പോകാൻ പോകട്ടോ. അപ്പോൾ എനിക്കൊരു 3 സാരിക്ക് തയ്പ്പിക്കാനുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വാങ്ങിച്ചൊരു സാരിയാണ്. പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ നല്ല കളേഴ്സൊക്കെ. അപ്പോൾ ഇതിനൊരു ഫോള് തയ്പ്പിക്കണം. പിന്നെ ഇതിൻ്റെ ഈ പച്ച കളറിലൊരു ബ്ലൗസ് ഉണ്ട്, അത് തയ്പ്പിക്കണം. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് അച്ചു എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് സാരി കേട്ടോ.
ഇതിന് ഈ കളർ എങ്ങാണ്ട ബ്ലൗസ്, അത് ഈ വൈലറ്റ്. സോ ഇതിലെനിക്ക് ഒരു ബ്ലൗസ് തയ്പ്പിക്കാനുണ്ട്. ഇത് ഇവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ശ്രീയാവളത്ത് വെച്ചിട്ട് എനിക്ക് ഉടുക്കാൻ പറ്റും. നല്ല രസമുള്ളതാണ്. ഇനി എൻ്റെ മെയിനായിട്ട് വേണം, ഇതാണ് എൻ്റെ കാഞ്ചീപുരം സാരി. ഇത് ഗുരുവായൂർ പോകുമ്പോൾ ഉടുക്കണം എനിക്ക്. ഇതിന് പച്ച ബ്ലൗസാ. അപ്പൊ ഞാൻ ഉടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോ എന്തായാലും തയ്ക്കാൻ കൊടുക്കാൻ പോവാ. പിന്നെ ഉണ്ടല്ലോ പിന്നെ ഒരു നെറ്റ് തുണി ഉണ്ട്. എനിക്ക് ഇത് വെച്ചിട്ടൊരു ബ്ലൗസ് തയ്ക്കണം. ഒരു ചെറിയ ഹാഫ് സ്ലീവിന്റെ എല്ലാത്തിനും ഒപ്പം ഇടാൻ പറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത, എൻ്റെ ഒരു അളവ് ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പെർഫെക്റ്റ് ഫിറ്റാ. അപ്പൊ അവർക്ക് അളവ് ബ്ലൗസ് കൊടുത്തു കഴിഞ്ഞാൽ അവര് നന്നായിട്ട് തയ്ക്കും. സോ ഞാൻ അപ്പൊ അങ്ങോട്ട് പോവാണ്ട. ഇവിടെ നമ്മളെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ കുക്ക് ചെയ്യണേ. അവസാനം ഒരു 2 കൊല്ലത്തിന് ശേഷം ഞാൻ കൂർക്ക വയ്ക്കാൻ പോവാണ്. കൂർക്ക ശരിയാക്കി വെച്ചിട്ട് ഇനി ഉപ്പേരി ആക്കണം. ഇതിലെന്താ അമ്മേ കുക്കറിൽ? കുമ്പളങ്ങ. നിങ്ങൾ കഴിക്കും എന്താണ് എനിക്ക് സ്പെഷ്യലൊന്നും ഇല്ലാത്തതെന്ന്. ആക്ച്വലി ഇന്ന് വൈകുന്നേരം അല്ല നാളെ കാലത്ത് തന്നെ നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് പോവാ. അപ്പം അതുകൊണ്ടാണ് സ്പെഷ്യൽ. ഇന്നിപ്പോൾ വന്ന് കയറിയുള്ളൂ അമ്മയൊക്കെ നമ്മളെല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞു ഓവറാക്കണ്ട, അല്ലേ തന്നെ തടി കൂടി പോവും, ഫുട്ബോൾ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി തടി കുറയ്ക്കാം, ഇത്തിരി ലൈറ്റായിട്ട് വെജും മതിയെന്ന് ഞാൻ പറഞ്ഞിടാം. അമ്മ മിക്സ് അടിക്കാൻ നോക്കി നിൽക്കുകയാണ്. എനിക്ക് ഉള്ളി നന്നാക്കാൻ തന്നിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നത്. ഞാൻ പോയി ഉള്ളി നന്നാക്കട്ടെ. ബിരിയാണി വെച്ചിട്ട് തരിയാണ്. ഇതെന്താ പരിപ്പാണോ? പരിപ്പാൻ കുമ്പളങ്ങ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. പപ്പടമുണ്ട്, മട്ടരിച്ചോറുണ്ട്, പരിപ്പ് കറിയുണ്ട്, കുറുക്കുപ്പേരി ഉണ്ട്. ഇവിടെ കുറുക്കുപ്പേരിയാണ് താരം ഇന്നത്തെ ദിവസത്തെ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലഞ്ചാട്ടോ. ഞാൻ അധികം തിന്നരുതെന്നാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാ എൻ്റെ പ്ലേറ്റ് റെഡി. പപ്പടമുണ്ട്, പരിപ്പുണ്ട്, എൻ്റെ ഈശ്വര നോക്ക്, ഇഞ്ചമ്പുളി ഉണ്ട്, നാരങ്ങയുണ്ട്, മസ്റ്റ് ട്രൈ കൂർക്കുപ്പേരി ഉണ്ട് കേട്ടോ. ഓ കടയിൽ പോവാ. വർക്ക് നടക്കണേ നമ്മള് ഷോർട്ട് കട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കും. എന്താ ബ്രിഡ്ജ്, ഇതിന്റെ എന്തിനാ പേര്? ആകാശപാതയുടെ ഇത് കണ്ടോ? ആകാശപാത. ഓ നല്ല ഗ്ലാസിന്റെ ലിഫ്റ്റ് ഒക്കെയാ. അപ്പൊ ഞാൻ ഇതൊക്കെ തയ്ക്കാൻ കൊടുക്കണേ. നമ്മളിപ്പോ സ്മാർട്ട് ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. മഹാലക്ഷ്മി. ഇവിടെ 2 കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്താ പേര് പറഞ്ഞു? ആദിത്യ, അഖില. കണ്ടതിൽ സന്തോഷം. ഇതിപ്പോ 4000-ന് ഷോപ്പ് ചെയ്ത സ്റ്റാർ ബസാറിൽ ഒരു സൂട്ട് കേസ് എത്ര വെച്ചിട്ട് 799. ഇത് 5000 രൂപയുടെ സൂട്ട് കേസ്, അത് 799 രൂപയ്ക്ക് കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ എടുത്തു. എന്തായാലും നമ്മള് ഇന്ത്യയിൽ വന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ നമ്മള് ജയ ബേക്കറിയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് പപ്സും പഴംപൊരിയും വാങ്ങാൻ വന്നതാട്ടാ. പക്ഷെ പഴംപൊരി തീർന്നു പോയി. പപ്സും ബീഫ് കട്ട്ലേറ്റും നമ്മൾ വാങ്ങണേ. നമ്മളപ്പോൾ കട്ട്ലേറ്റും
പിന്നെ എഗ് പപ്സും വാങ്ങിച്ചു ജയ ബേക്കറിയിൽ നിന്ന്. പിന്നെ നമ്മൾ തിരിച്ചു പോകണം. അമ്മ ഇപ്പോൾ വന്നോളോ, ഇപ്പോൾ വന്നോളൂ കട്ടില്. എനിക്കിപ്പോൾ എനിക്ക് തൊടാൻ പറ്റില്ല, എൻ്റെ കൈ വിടാൻ പറ്റില്ല. അതാണ് ഞാനിപ്പോൾ ബ്ലൗസ് തയ്ക്കാൻ പോയിട്ട് തിരിച്ചു വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ബില്ല്. എനിക്ക് മൊത്തം 6000 രൂപയായി ബില്ല്. എത്ര ബ്ലൗസ് എടുത്തു? 3 ബ്ലൗസും ഒരു നെറ്റിൻ്റെ ഒരു ബ്ലൗസും. അപ്പോൾ 4 ബ്ലൗസ്. ഇതിന് ഒരു 1100 രൂപയാണ് ഒരു ബ്ലൗസ് തയ്ക്കാൻ, സാധാ വിത്ത് ലൈനിങ്. അവർ സെപ്പറേറ്റ് എടുക്കണതിന് വേറെ കാശ്. അപ്പോൾ വെറുതെ ബേസ് ബ്ലൗസിന് അത്ര 3300 രൂപയായി. പിന്നെ ഫോള് വെക്കല്, കെട്ടല്, ഒരു ഗുങ്കുരു പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു ബ്ലൗസ് മാസം കാഞ്ചീപുരത്തിൻ്റെ ബ്ലൗസ് ഞാൻ വെക്കാൻ പറഞ്ഞു. അമ്മ ഞെട്ടി നിൽക്കും കേട്ടോ അവിടെ. അമ്മ അവിടെ തയ്ക്കാൻ കൊടുക്കണില്ലേ അത്. എന്തൊരു വിലയാടോ, ഭയങ്കര വില. 4 ബ്ലൗസ് തയ്ച്ചപ്പോഴേക്കും എനിക്ക് 6000 രൂപ ബില്ല്. കാലുമീടണ്ടാച്ചാ നമ്മുടെ ബെഡിന്റെ ബേസ് ഇവിടെ വന്നിരിപ്പുണ്ട്. നമ്മൾ വന്നപ്പോ കിടക്കാനായിട്ട് അച്ഛൻ പുതിയ ബെഡ് ഓർഡർ ചെയ്തിരിക്കട്ടെ. ഇത് പണിയിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അതാണ് ഇവരോട് കേറ്റിക്കൊണ്ടിരിക്കണേ. ഇനി അങ്ങോട്ട് തിരിയണത്. ഫാൻ 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 ഓഫ് ഫാൻ ഓഫ് ഫാൻ ഓഫ്. അതന്നെയാണ് തലഭാഗം അങ്ങോട്ട് വരണ്ടേ. പപ്സും കട്ട്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാനുള്ള പരിപാടിയാണ്. ടുട്ടു അപ്പോഴേക്ക് ഒരെണ്ണം അകത്താക്കുന്നുണ്ട്, വിശക്ക് തോന്നുന്നുണ്ട്. അവിടെ അങ്ങനെ ചോദിച്ചാലോ. അച്ഛൻ അങ്ങനെ എനിക്ക് പുതിയ കട്ടില് വാങ്ങിച്ച് ഇട്ട് തന്നിട്ടുണ്ട് വീട്ടില്. കൊള്ളാലോ കട്ടില്, നന്നായിട്ടുണ്ട്. വുഡ് എന്ത് വുഡായിക്കത്? തേക്കാണോ? തേക്കിന്റെ കട്ടിൽ. ഇത് ഏതാ? കിങ് ആണോ? കിങ് സൈസ് ആണോ? ക്യൂൻ ആണോ? ക്യൂൻ സൈസ് ആണ്, പക്ഷെ വലുപ്പുണ്ട് കേട്ടോ. നൈസ്. നമ്മളെല്ലാരും ജയ ബേക്കറിന്ന് വാങ്ങിച്ച പപ്സാട്ട കഴിക്കണേ. ഇതിലും നല്ല പപ്സ് കിട്ടുന്ന സ്ഥലമുണ്ടോ തൃശ്ശൂര്? ഞാനൊരു ഓട്ടോക്കാരനോട് ചോദിച്ചേ എവിടെയും നല്ല പപ്സ് ഒക്കെ കിട്ടുന്ന വെച്ചാൽ ജയ ബേക്കറി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ജയ ബേക്കറി പോയത്. ഇപ്പം ഞാൻ പപ്സ് കഴിക്കാണ്. ഞാനിപ്പോൾ പപ്സ് കഴിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ടുണ്ടാവും. സോ എനിക്ക് പപ്സ് ഇഷ്ടപ്പെട്ടു. സാധാ നമ്മൾ കിട്ടണം. പിന്നെ ചൂടോടുകൂടി കഴിച്ചാൽ ചിലപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. കൊതുകിനെ കൊല്ലണ കുൽപ്പത്തിക്ക് നമുക്കൊരു പുതിയ പില്ലോ ബെഡ് വാങ്ങിച്ചപ്പോ 2 പില്ലോ ഫ്രീ ഇടാ. ഇത് എന്താ മെമ്മറി ഫോമിന്റെ എന്താണോ AC ഇടേണ്ടി വരും, ചൂടുണ്ട്. ബെഡ് ശരിയായി. നമ്മൾ ആക്ച്വലി നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ഇപ്പം നമുക്ക് എന്നിട്ടാണ് നമുക്കിനി കുറച്ച് സമയമുണ്ട് കേട്ടോ. കാലത്ത് 3:30 എനിക്കാറിനെ കണക്ക് വേദന എടുക്കുന്നുണ്ട്. പിന്നെ ആ കാറിൽ ഇരുന്നിട്ട് എനിക്ക് ചുമ വരണുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്. അവിടെ നല്ല അഫോർഡബിൾ പ്രൈസസാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും എന്താ പറയുക,
പ്രൈസൊക്കെ ഭയങ്കരമായിട്ട് കൂടുമല്ലോ. പക്ഷേ എവിടെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇവിടെ ഫുൾ തപ്പി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ സ്ഥലം, പക്ഷെ എവിടെയും അവസാനം ഈ ഒരു കാഫെ കണ്ടുപിടിച്ചു. ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടീസും ഉണ്ട്. ഹിന്ദിയിൽ ഇവിടെ നമ്മളിപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് ഹിന്ദിയിൽ സംസാരിക്കണോ മലയാളത്തിൽ സംസാരിക്കണോ എന്നിങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് പാടില്ല. കുഴപ്പമില്ല ഈ സാധനം, വലിയ കാര്യമില്ല. ചായ നല്ല ചായ കേട്ടോ, എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് ചായ മാത്രമാണ്. അങ്ങനെ നമ്മളുടെ ചെക്ക് ഇൻ ചെയ്തു. നമുക്കിനി സെക്യൂരിറ്റി ചെക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലേക്ക് പോകട്ടോ. നമ്മുടെ ഇവിടെ ആരാ നോക്ക്, ആണ് നമ്മുടെ കൂടെ. ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കണ്ടന്റൊക്കെ. ഭയങ്കര ഒരു കൂടിക്കാഴ്ച ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആണ്. സോ ഞാനിങ്ങനെ വെറുതെ സീറ്റിലിരിക്കുമ്പോൾ നോക്കുമ്പോഴാണ് നമ്മളുടെ RJ ഷെൽവിൻ അറിയില്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളീനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ആളാണ്. അപ്പോൾ ഞാൻ നേരെ പോയി പരിചയപ്പെട്ടു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ സംസാരിച്ചിട്ടുണ്ട്. സോ ഭയങ്കര നൈസായിട്ടുള്ളൊരു മനുഷ്യനാട്ടോ, ഫണ്ണാണ്. പുള്ളി ഇപ്പോൾ മുംബൈയിലേക്ക് പോയായിരുന്നു. ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ പോയപ്പോഴാണ് എഴുന്നേറ്റ് നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത് RJ ഷെൽവിൻ അല്ലേന്ന്. കണ്ടതിൽ എന്തായാലും നാട്ടിൽ വന്നപ്പോൾ കുറേ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വെറുതെ സൺഗ്ലാസ് ആട്ടിൽ കയറിയിട്ട് വെറുതെ ഒന്ന് ഷോപ്പിംഗ് ചെയ്യാൻ നോക്കിയതാട്ടോ. പക്ഷേ നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് തുടങ്ങി കേട്ടോ. പക്ഷെ നമ്മുടെ ഏറ്റവും ലാസ്റ്റാണ്. സോ നമ്മളിവിടെ വെറുതെ കുത്തിരിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പക്ഷെ അടുത്ത വീഡിയോ തൊട്ടുണ്ടല്ലോ ഒടുക്കത്തെ നല്ല അടിപൊളി ഡൽഹി, ആഗ്ര, രാജസ്ഥാൻ കാഴ്ചകൾ നിങ്ങൾ കാണും. നമ്മൾ ജയ്പൂരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഐശ്വര്യ. ബൈ ബൈ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ടാ. വർക്ക് കാണണം.